ഞാൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഞാൻ പറഞ്ഞതിനേക്കാൾ ഞങ്ങൾ പ്രതിപക്ഷം പറയുന്നതിനേക്കാൾ എത്ര രൂക്ഷമായിട്ടാണ് ബിനോയ് വിശ്വം പ്രതികരിച്ചത്. പറഞ്ഞത് മന്ത്രിയുടെ ഈ തീരുമാനത്തെ, ഗവൺമെൻറ്റിൻ്റെ ഈ തീരുമാനത്തെ ആദ്യം സപ്പോർട്ട് ചെയ്തത് ABVP, പിന്നെ RSS, പിന്നെ BJP എന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. അപ്പോൾ BJPയെയും സംഘപരിവാറിനെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഈ മുന്നണി, ഈ ഗവൺമെൻറ് ഈ തീരുമാനം എടുത്തതെന്ന് ആ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയുടെ നേതാവ് തന്നെ പറഞ്ഞിരിക്കുക. എന്നിട്ട് ഘടകകക്ഷികളെ ഇരുട്ടിലാക്കിയെന്നാണ് പറഞ്ഞത്. അതാണ് ഗോവിന്ദൻ ചോദിച്ചത് ഏത് CPI എന്ന്, എന്ത് CPI എന്ന് ചോദിച്ചത്. ഘടകകക്ഷി ഇരുട്ടിലാക്കി. അവർ പറഞ്ഞല്ലോ അവരുടെ മന്ത്രി നമ്മൾ വാർത്തയിലാണ് കണ്ടത്. പക്ഷെ ഇന്ന് ബിനോയ് വിശ്വം അത് കൺഫേം ചെയ്തു. അവരുടെ മന്ത്രി ഇത് ഒപ്പുവെക്കരുത് എന്ന് മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞു. അപ്പോൾ അവരുടെ 4 മന്ത്രിമാരുടെ അഭിപ്രായമാണല്ലോ മന്ത്രി K. രാജൻ ഉന്നയിച്ചത് മന്ത്രിസഭാ യോഗത്തിൽ. അപ്പോൾ CPIയുടെ 4 മന്ത്രിമാർക്ക് ഒരു വിലയില്ല. അവർ പറഞ്ഞ അഭിപ്രായത്തിന് യാതൊരു വിലയില്ല. CPI ആസ് എ പാർട്ടി ഒരു വിലയുമില്ല. ഞാനിന്ന് രാവിലെ പറഞ്ഞതാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. ഞാൻ പറഞ്ഞെന്താ, പിണറായി വിജയനും CPMനും CPIയേക്കാൾ പ്രധാനമാണ് BJP. അതല്ലേ ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിൽ നിന്ന് പുറത്തു വന്നത്. ഞാനിന്ന് രാവിലെ പറഞ്ഞ ഈ വാചകമാണ്. സംതിങ് ഈസ് റോങ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ അവിഹിതമായ ബന്ധമാണ്. അതാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ രാവിലെ പറഞ്ഞത് അത് തന്നെയാണ്. CPMന് CPIയേക്കാൾ പ്രധാനം BJP ആണ്, സംഘപരിവാറാണ്. അതാണ് അദ്ദേഹം പറഞ്ഞത്. ഏറ്റവും സപ്പോർട്ട് ചെയ്തത് BJP ആണ്, പിന്നെ ABVP ആണ്, RSS ആണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ അത് വളരെ ക്ലിയറാണ്. ഡൽഹിയിലിരിക്കുന്ന ആളുകൾ ഇപ്പോഴാണെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി പത്രസമ്മേളനത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞത്, അദ്ദേഹം ഇപ്പോൾ NEP അംഗീകരിച്ചത്. ഞങ്ങൾക്ക് CPM ദേശീയ കമ്മിറ്റി അംഗീകരിച്ചിട്ടുണ്ടോ? NEP CPM സംസ്ഥാന കമ്മിറ്റി NEP അംഗീകരിച്ചിട്ടുണ്ടോ? പറയട്ടെ, തുറന്നു പറയട്ടെ. അല്ലെങ്കിൽ BJPയുടെ അതേ എഡ്യൂക്കേഷൻ പോളിസിയാണോ CPMന് കേരളത്തിലെ? അവരുടെ അതേ നയമാണോ കേരളത്തിലെ ഗവൺമെന്റിനുള്ളത്? നരേന്ദ്രമോദി സർക്കാരിന്റെ അതേ നയമാണുള്ളത്. പിണറായി വിജയൻ സർക്കാരിലെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നു, അത് കാലങ്ങളോളം NEP എതിർക്കാൻ പറ്റില്ല, NEP അംഗീകരിക്കണം. ഞാൻ അംഗീകരിച്ചു. അതേ NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നമ്മളെല്ലാവരും, കോൺഗ്രസും CPMും CPIയും എല്ലാവരും പറഞ്ഞ, അതായത് ഒരു RSSന്റെ പൊളിറ്റിക്കൽ അജണ്ടയാണ് ഈ വിദ്യാഭ്യാസ നയത്തിൽ ഉള്ളത് എന്ന് ഉറക്കെ പറഞ്ഞ ആളുകളാണ്. ഞങ്ങളെക്കാളും ഉറക്കെ പുറപ്പുറത്ത് കയറി എന്ന് പറഞ്ഞ ആളുകളാണ് CPM. അതിലെ വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിലെ ഒറ്റ സംസ്ഥാനത്തെ CPM, ഒറ്റ സംസ്ഥാനത്ത് ഇന്ത്യയിൽ, അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി പറയാണ് ഞാൻ ആ NEP അംഗീകരിച്ചത്. അതാണ്